അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും ഒരു ട്രോമ കേസിൽ അപ്രോച്ച് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന പലതരം ടെക്നീക്സും ഇൻസ്ട്രുമെന്റ്സും എക്വിപ്മെന്റ്സും ഉണ്ടാകുമല്ലോ, അതിനെക്കുറിച്ച് ഒന്ന് ബേസിക്കലി നമുക്ക് രണ്ട് രീതിയിലുള്ള അപ്രോച്ചാണ് ഇതിലുള്ളത്. നമുക്കതിനെ കൺസർവേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു സർജിക്കൽ മാനേജ്മെന്റ് എന്ന് പറയാം. എല്ലാ കേസിലും നമുക്ക് കൺസർവേറ്റീവ് മാനേജ്മെന്റ് സാധിക്കാറില്ല. വളരെയധികം ഓഫ്കോഴ്സ് ഈ പണച്ചെലവ് കുറച്ച് കൂടുതലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ സർജിക്കൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പേഷ്യന്റ് ഒരു സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ, സർജറിയുടെ വ്യാപ്തി, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വളരെ കൺസർവേറ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രാക്ചറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺസർവേറ്റീവ് മാനേജ്മെന്റിന് നമുക്ക് പോകാൻ സാധിക്കും. പക്ഷെ അതിൽ മിക്കതിലും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ചിലതില് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ചീക്ക് ബോൺ ഫ്രാക്ചർ, സൈഗോമാറ്റിക് കോംപ്ലക്സ് ഫ്രാക്ചർ എന്ന് പറയും. സൈഗോമാറ്റിക് ഫ്രാക്ചറിൽ നമുക്ക് പേഷ്യന്റിന് സാധാരണ ഈ സൈഗോമ ഈ ചീക്ക് ബോൺ തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ വായ തുറക്കുന്നതിനെ ബാധിക്കും. അപ്പൊ മൗത്ത് ഓപ്പണിംഗ് പ്രശ്നമില്ല എന്ന് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഒബ്വിയസ് ആയിട്ടുള്ള ഒരു ഡിഫോമിറ്റി, മുഖത്തൊരു ഡിഫോമിറ്റി ഇല്ല, കണ്ണിന് സാധാരണ ഒരു ഈ രണ്ടായിട്ട് കാണുന്ന ഒരു അവസ്ഥ ഡിപ്ലോപ്പിയ എന്ന് പറയും. ഈ ഡിപ്ലോപ്പിയ ഒരു ആദ്യത്തെ ചിലപ്പോൾ 1-2-3 ദിവസം ഡിപ്ലോപ്പിയ ഉണ്ടാകുന്നിരിക്കാം. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഡിപ്ലോപ്പിയ മാറുകയും, പിന്നെ മരവിപ്പ്, ഇവിടെയുള്ള നെർവിന് ഇഞ്ചുറി വരാതെ മരവിപ്പ് ഇല്ലാതിരിക്കുന്നത്, ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പേഷ്യന്റ് നമുക്ക് കൺസർവേറ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതുപോലെയുള്ള കേസിൽ. അതുപോലെ തന്നെ ഇപ്പം താഴത്തെ താടിയലിന്റെ ഫ്രാക്ചർ, മേളത്തെ ഫ്രാക്ചർ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ക്ലിപ്പ് പോലെയുള്ള ഒരു ഇത് മേൽത്താടിയിലും കീഴ്ത്താടിയിലും പല്ലുകളുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്തിട്ട് അതിനെ പല്ലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടി നമ്മൾ പ്ലാസ്റ്ററൊക്കെ ഇടുന്നത് പോലെ നമുക്ക് അതിനെ ഇമ്മൊബിലൈസ് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷെ ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ 6 മുതൽ 8 ആഴ്ച വരെ നമുക്ക് ഈ വായ കൂട്ടിക്കെട്ടി വെക്കേണ്ടി വരും. പക്ഷെ ചില കേസിൽ നമുക്കത് ചെയ്യാവുന്നേ ഉള്ളൂ. പറഞ്ഞ പോലെ വലിയ പണച്ചെലവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഒരു ഹോസ്പിറ്റലൈസേഷൻ, അതായത് ഒരു ജനറൽ അനസ്തീഷ്യ പ്രൊസീജിയർ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുവഴി ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഷ്യന്റിന്, അത് ഇപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ നോക്കാൻ സാധിക്കും. ഇതാണ് കൺസർവേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പൊതുവെ. അതേസമയം സർജിക്കൽ ഒരു ഡെഫിനിറ്റീവ് മാനേജ്മെന്റിൽ നമ്മൾ സർജറി ചെയ്ത് ഫിക്സ് ചെയ്യാണെങ്കിൽ യൂഷ്വലി പ്ലേറ്റ്സും സ്ക്രൂസും ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അതിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റ്സും ഉണ്ട്, ടൈറ്റാനിയം പ്ലേറ്റ്സും ഉണ്ട്. കൂടുതലും ഇപ്പം നമ്മൾ പണ്ട് കാലത്തൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റ്സ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ടൈറ്റാനിയം പ്ലേറ്റ്സ് ആണ് യൂസ് ചെയ്യുക. അതിലിപ്പോൾ മിനി പ്ലേറ്റ്സ്, മൈക്രോ പ്ലേറ്റ്സ്, എയോ പ്ലേറ്റ്സ്, ഇങ്ങനെ പല ടൈപ്പ് പ്ലേറ്റ്സ് ഉണ്ട്. പല രീതികൾക്കും പല ഫ്രാക്ചറിനും പല രീതികളാണ് ഉപയോഗിക്കുക. അത് കൂടുതലും ഇപ്പൊ നമ്മൾ കൂടുതലും അപ്രോച്ച് ചെയ്യുന്നത് വായയ്ക്ക് അകത്തേക്കൂടെ തന്നെയാണ് കൂടുതലും അപ്രോച്ച് ചെയ്യുക. സോ ദാറ്റ് നമുക്ക് വേറെ ഒരു പാടുകളൊന്നും മുഖത്ത് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതലും ശ്രമിക്കും. ചില കേസിൽ വളരെയധികം കമ്മ്യൂണിറ്റഡ് ആയിട്ടുള്ള ഫ്രാക്ചേഴ്സ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് താടിയലിന്റെ അടിവശത്തോ അല്ലെങ്കിൽ കണ്ണിന്റെ സൈഡിലോ കൂടുതലും ഇത് അധികം നമുക്ക് ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാൻ സാധ്യതയില്ലാത്ത ചില ഏരിയകളിലാണ് നമ്മൾ സാധാരണ ഇൻസിഷൻ ഇട്ടിട്ട് അപ്രോച്ച് ചെയ്യുന്നത്. ഈവൻ ചിലപ്പം ഈ ബൈക്കോറണൽ ഫ്ലാപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ചിലപ്പം തലയുടെ ഫ്രണ്ടൽ ബോണിന്റെ മേളിൽ നിന്നായിരിക്കും ചിലപ്പോൾ ഫ്ലാപ്പ് റേസ് ചെയ്ത് മൂക്കിന്റെ ഭാഗത്തേക്കൊക്കെ പോകുന്നത്. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് അപ്രോച്ച് ഉണ്ട്. പൊതുവെ കൂടുതലും ശ്രദ്ധ വെക്കുന്നത് ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസിന് അത് ഒരു ഡിഫോമിറ്റി ആയിട്ടോ അല്ലെങ്കിൽ അതൊരു ഇസ്തറ്റിക്കലി പ്ലീസിങ് അല്ലാത്തതായിട്ടോ തോന്നാതിരിക്കാനാണ് അതുപോലെയുള്ള അപ്രോച്ചുകൾ ചെയ്യുന്നത്. പരമാവധി വായിക്കകത്തേക്കൂടെ തന്നെയാണ് ഈ പ്ലേറ്റ്സും സ്ക്രൂസ് ഒക്കെ വെച്ച് ഫിക്സ് ചെയ്യുന്നത്.